ഹലോ ഗൈസ്, അപ്പോ ഞങ്ങള് ഇന്ന് സാറ്റർഡേ ആയിട്ട് ഞങ്ങള് വൈകിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഔട്ടിങ്. ഞങ്ങളൊരു പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു കഫേ. അങ്ങോട്ട് പോവാ. ഏതാ എന്താന്നൊക്കെ നമുക്ക് ഓക്കെ. ബൈ. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. കുഞ്ചാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ ആ ഹിഡൻ സ്പോട്ടിൽ എത്തിയിരിക്കുന്നു. ഇവിടെ സ്നാക്സ് ഒക്കെയാണ്. എന്താണ്? ചിക്കൻ കീമ സമൂസ, റോസ്മേരി ആൻഡ് ബീഫ് കീമ സമൂസ, ബീഫ് കട്ട്ലറ്റ്, അരിയുണ്ട. ഇത് ചായക്കടിയിലല്ലേ? വെറൈറ്റി ആയിട്ടുണ്ട്. ഓ, ഇത് തുറന്ന അതിൽ കൂടെ വെള്ളം വരുമോ? കൊള്ളാലേ. അപ്പൊ ഞങ്ങള് ഒരു ഗോക്കോയും ഒരു ചിക്കൻ ബർഗറും. ഗോക്കോ എന്ന് വെച്ചാല് ഇവിടുത്തെ സ്പെഷ്യലാണ്. ഗോവയും പിന്നെ എന്തായിരുന്നു? ടെൻഡർ കോക്കനട്ടാ. ഒരു സെക്കൻഡ്, ഇപ്പൊ പറയാം. ഗോക്കോ, ടെൻഡർ കോക്കനട്ടും ഗോവയും കൂടെ. ഗുവ, ടെൻഡർ കോക്കനട്ടും ഗോവയും കൂടെ ഒരു ലെയർ ജ്യൂസാണ് കേട്ടോ. അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെന്താ? ചിക്കൻ ബർഗർ. എന്തോ ഒരു വേറൊരു ടൈപ്പ് ഓഫ് ബർഗർ. ചിക്കനാണ്. അപ്പോൾ ഇത് രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. ജ്യൂസ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അസ്വസ്ഥയാണ്. ആണോ? അങ്ങനെ പറഞ്ഞായിരുന്നോ? എനിക്ക് വിശക്കുന്നു. ലെയർ ജ്യൂസ് കഴിഞ്ഞു. നമ്മുടെ ബർഗർ വന്നു. അപ്പൊ ലെയർ ജ്യൂസ് തീർന്ന സ്ഥിതിക്ക് ഞങ്ങളൊരു കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായ എന്താ? കട്ടൻ ചായ പോലെ ഉണ്ടല്ലേ? അതെ, ഇത് തന്നെ പ്രത്യേകിച്ച് പറയാം. ബർഗർ വന്നിട്ടുണ്ട്. കട്ട് ചെയ്യാം. പിന്നെ ബർഗറും ലെയർ ജ്യൂസും ഒക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അതിലേക്ക് കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അവിടെ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ബുദ്ധന്റെ സ്റ്റാച്യു ഒക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ഡോറും ആ ഒരു പെയിന്റിങ്സും ഭയങ്കര രസമുണ്ടായിരുന്നു. രാത്രി ആവാനായിട്ട് ലൈറ്റ് ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഗൈസ്, അടിപൊളി കഫേയാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ള കഫേ. അപ്പം എറണാകുളത്ത് വരുന്നവരും എറണാകുളത്തുള്ളവരും മസ്റ്റ് വിസിറ്റ് സ്പോട്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. എന്തായിരുന്നു ഇതിന്റെ പേര്? ഹിഡൻ കഫേ. അടിപൊളിയായിരുന്നു കേട്ടോ. എറണാകുളത്ത് വരുന്നവരും എറണാകുളത്ത് ഉള്ളവരും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. എടപ്പള്ളിയാണ് പ്ലേസ് വരുന്നത്. എടപ്പള്ളി ടോള് കഴിഞ്ഞിട്ട് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ജാവേൻ്റെ ഒക്കെ ബൈക്കിന്റെ ഷോറൂം ഉണ്ട്. അതിന്റെ സൈഡിൽ കൂടി ഒരു ചെറിയൊരു വഴിയുണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ ഹിഡൻ കാർ പാർക്കിംഗ് ഉണ്ട്, ബൈക്ക് പാർക്കിംഗ് എല്ലാം ഉണ്ട്, സൗകര്യമുണ്ട്. അതിന്റെ കുറച്ച് ഇപ്പുറം മാറിയിട്ടാണ് അതിൻ്റെ ഇത്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നെറ്റിൽ നോക്കിയാൽ മതി, മാപ്പിൽ നോക്കിയാൽ മതി. ഹിഡൻ കഫേന്റെ പാർക്കിംഗ് കാണിച്ചു തരും. അല്ല, ഇത് പഴയ കഫേയാണ്. ഇത് കൊറേ ആയിട്ടുള്ള കഫേയാ. അങ്ങനെ പെട്ടെന്നാലും ശ്രദ്ധിക്കില്ല എന്നുള്ളൂ. നല്ല തിരക്കുണ്ടായിരുന്നു. ബൈ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു. ഡിന്നർ കണ്ടുപിടിച്ചിട്ടില്ല, നോക്കണം. നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ ഞങ്ങള് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലെറ്റ്സ് ഡൈൻ റെസ്റ്റോറന്റ് കാക്കനാടുള്ളതാണ്. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ട് വരുന്നത്. ലെറ്റ്സ് ഡൈൻ റിവർ വ്യൂ റെസ്റ്റോറന്റ് കാക്കനാട് ചിറ്റേത്തുകരയാണ്. ആൾക്കാരൊക്കെ ഉണ്ട്. തിരക്കുണ്ട് തോന്നുന്നു. ഉള്ളിൽ കയറിയിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല അല്ലേ? ഇല്ല, നമ്മളിന്ന് വന്ന
രണ്ട് സ്ഥലവും നല്ല ആംബിയൻസ് ഉണ്ട്. ആംബിയൻസ് ഉണ്ട്. നമുക്ക് പോകുമ്പോ ഊഞ്ഞാലാടനെ പഠിക്കും പോട്ടെ, കഴിച്ചിട്ട് വരാം. പിള്ളേർക്കില്ല. ഞാനും ഒരു പിള്ളേരില്ലേ ബേട്ട. അവിടെ പോയിക്കാം. എന്താ അവിടെ മുകളിലാണ്. അവിടേക്ക് സ്പെഷ്യൽ നാട്ടിലേക്ക് പോകേണ്ടി വരും. അവിടേക്ക് പോകേണ്ടി വരും. നല്ല അടിപൊളി സ്ഥലം. ശരി, ഇവിടെ കൊറേ ഏരിയ ഉണ്ട്. അവിടെ ഫുള്ളാണ്. മുകളിലാണോ? ആ Let's go. നമ്മള് മേലേക്ക് വന്നല്ലേ ബേട്ട. കൊള്ളാലേ? ഞങ്ങളപ്പോൾ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ പൊള്ളിച്ചത്, പിന്നെന്താ ഒരു മൊജിറ്റോ, ഗ്രീൻ ആപ്പിളിന്റെ മൊജിറ്റോ ഓർഡർ ചെയ്തു. കുഴപ്പമില്ല കേട്ടോ, കുറെ വെറൈറ്റീസ് ഉണ്ട്. അവിടെ ഇത് ചെയ്യണം തോന്നുന്നു, റിസർവ് ചെയ്യണം തോന്നുന്നു. വീട്ടാ എങ്ങനെയുണ്ട് ഇവിടുത്തെ ആംബിയൻസ്? ഇഷ്ടപ്പെട്ട? നന്നായിട്ടുണ്ടല്ലേ? രാത്രി ആയതുകൊണ്ട് ലൈറ്റ് കിട്ടപ്പോ നല്ല രസമുണ്ടല്ലേ കാണാന്. പിന്നെ ഏരിയ നല്ല ഉള്ളതുകൊണ്ട് അതെ, ആൾക്കാർക്ക് എത്ര വന്നാലും വണ്ടി ഇടാനുള്ള സ്ഥലമുണ്ട്, പാർക്കിങ്ങും ഉണ്ട്. ഒരുമാതിരി പാർക്കിംഗ് സ്ഥലമുണ്ട്. ഇതുപോലെയൊക്കെ വയനാട്ടിൽ തുടങ്ങണല്ലേ? അപ്പൊ നമ്മുടെ ചിക്കൻ വാഴയിൽ പൊള്ളിച്ചത് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നേ. അഭിയേട്ടന് സ്പൈസ് ഇത് അടുത്ത് കൂടെ പോയാൽ മതി, ഭയങ്കര എരിച്ചിലാണ്. അതുകൊണ്ട് അഭിയേട്ടൻ കുറച്ച് ചോറിലൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് കൂട്ടി. പിന്നെ നമ്മുടെ മൊജിറ്റോ, ഗ്രീൻ ആപ്പിളിന്റെ മൊജിറ്റോ ആയിരുന്നു, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും നല്ലൊരു ആംബിയൻസും നല്ല ഈ ഡിന്നറിനൊക്കെ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ എവിടെയൊക്കെ കുറച്ചു നേരം നടന്ന്, അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു. പക്ഷെ അത് ചെറിയ കുട്ടികൾക്ക് ഇരിക്കാൻ കൊള്ളാവുന്ന ഒരു ഊഞ്ഞാലായിരുന്നു. ഞാൻ മാക്സിമം നോക്കി, പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ പോകുക. Yeah, maybe I should take it slow. My body saying yes, my head is saying no, no, no. What if I could let you go?